ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അഡ്ലൂരിയുടെ സംവിധാനം മമിത ബൈജു സൂര്യ കോമ്പിനേഷനിൽ വേറെ വരേണ്ടിയിരുന്ന ഒരു ചിത്രം മാറ്റിവെച്ചതിന് ശേഷമാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 300 കോടിയും കടന്ന് കറുപ്പിന്റെ ബോക്സ് ഓഫീസ് വിജയത്തിൽ ആഘോഷിക്കുന്ന സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു 3 മാസത്തിന് ശേഷം വരുന്ന ഒരു തിയേറ്ററിക്കൽ റിലീസ്. കേരളത്തിൽ ഉൾപ്പെടെ പ്രൊമോഷൻ നടത്തി സൂര്യ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷം ദി ഹൈപ്പ് ഇസ് റിയൽ. വിശ്വനാഥൻ ആൻഡ് സൺസ് ഒരു മാസീവ് മാസ് മസാല കമേഴ്ഷ്യൽ എന്റർടൈനർ അല്ല. ഒരു ഫാമിലി ബോണ്ടിങ്ങിൽ അത്യാവശ്യം കുറച്ച് ഹ്യൂമർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു വെങ്കി അഡ്ലൂരി ചിത്രമായിട്ട് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള സ്വാഭാവികമായ ചോദ്യവും നിലനിൽക്കുകയാണ്. പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോഷണൽ കണ്ടന്റ്സ് ഒക്കെ തന്നെ പ്രേക്ഷകരെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഓഡിയോ ലോഞ്ച് വേദിയിൽ സൂര്യ നൽകുന്ന കോൺഫിഡൻസ്, വാക്കുകൾ, വെങ്കി അഡ്ലൂരി എന്ന സംവിധായകൻ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ തന്നെ ആളുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്ന എന്തോ ഒരു ഫാക്ടറി സിനിമയിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 40 വയസ്സുകാരനും ഒരു 20 വയസ്സുകാരിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും ഓൺ സ്ക്രീനിൽ വരിക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് പാളിപ്പോയാൽ ഒരു പക്ഷേ അത് മാറിയേക്കാവുന്ന രീതിയിലേക്ക് വരെ സിനിമയുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട്. ദ ടീസർ ഗിവ്സ് എ ഹൈ, പക്ഷെ അതൊക്കെ റിലീസ് ചെയ്തിട്ട് നാളുകളായി. അത് കഴിഞ്ഞിട്ട് നാടൊട്ടാകെ തന്നെ ഈ പ്രൊമോഷണൽ കണ്ടന്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും അത് ചർച്ചയാകപ്പെടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 13 വർഷങ്ങൾക്ക് ശേഷം സൂര്യ എന്ന് പറയുന്ന നടന് കിട്ടുന്ന ഒരു വലിയ ഹൈപ്പ്. അത് കറുപ്പിലൂടെ മെയ് 15 റിലീസ് ചെയ്ത കറുപ്പില് 300 കോടിയോളം അടിച്ച് സൂര്യ ആരാധകരെ വല്ലാത്ത രീതിയിൽ ഹോപ്പ് നൽകിക്കൊണ്ടാണ് ആ സിനിമ വരുന്നതെന്ന് വേണം തന്നെ പറയാം. കാരണം ആ ഒരു സ്ട്രൈക്കിന് ശേഷം സൂര്യയുടെ വരുന്ന ഒരു സിനിമയാണ്. ആൻഡ് ലക്കി ഭാസ്കർ എന്നൊരു ഒറ്റ സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ വെങ്കി അഡ്ലൂരി എന്ന ഡയറക്ടർ നേടിയെടുത്ത നെയിം. അതിന് മുമ്പും അയാൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പലത് ബോക്സ് ഓഫീസ് ഒരെണ്ണം ഫെയിലിയർ ആയിട്ടുണ്ട്, മറ്റൊരെണ്ണം മീഡിയോക്കർ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വലിയ സ്റ്റാറിനെ വെച്ച് ചെയ്തെടുക്കുന്ന സിനിമയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആഫ്റ്റർ ലക്കി ഭാസ്കർ വെങ്കി അഡ്ലൂരി സൈനിങ് ഫോർ എ പ്രോജക്ട് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് എന്തോ ഒരു എലമെന്റ്, എന്താണ് ആ എലമെന്റ് എന്നതും കൂടി വളരെയധികം ഉറ്റുനോക്കുന്നുണ്ട്. മമിത ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം 14-ാം തീയതി ഈ ചിത്രം റിലീസ് ആവുകയാണെങ്കിൽ 21-ാം തീയതി ബത്ലഹേം കുടുംബ യൂണിറ്റ് വരികയാണ്. സോ മമിതയുടെ പ്രോജക്ട് ലൈനപ്സ് മാത്രമല്ല, എടുക്കുന്ന സിനിമകളുടെയും എന്തോ ഒരു ഫാക്ടർ, എന്താണ് ആ സിനിമകൾക്ക് പിന്നിൽ, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സും അതിന് പ്രധാനപ്പെട്ടതാണ്. ഒരു 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 റോംകോം ജോണറിലോട്ടൊന്നും വിശ്വനാഥൻ സൺസിനെ കൊണ്ട് വെക്കാൻ കഴിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ഫാമിലി ജോണറിൽ വരുന്ന ഒരു സിനിമ വിച്ച് ഹാസ് സംതിങ് ടു സേ. എന്താണ് ആ സംതിങ് ടു സേ എന്നത് തന്നെയാണ് സൂര്യ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബുക്കിംഗ് ആരംഭിക്കുക സ്വാഭാവികമായിട്ടും ഫാൻസും ആവേശത്തിലാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേദിവസമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇത് അടുത്തെത്തി. ഇതൊരു ഓണം റിലീസായിട്ട് പോലും കൂട്ടാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും സൂര്യയുടെ ഏറ്റവും പുതിയ വാക്കുകൾ ട്രിവാൻഡ്രത്തൊക്കെ വന്നപ്പോൾ പറഞ്ഞത് നിങ്ങളൊരു ഓണം റിലീസായിട്ട് കൂട്ടണം, ഇതൊരു ഓണം ആ മൂഡിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് പറയുമ്പോഴേക്കും ഫാൻസും ഹാപ്പിയാണ്. ഫാൻസിന് എന്തുകൊണ്ട് ഈ സിനിമ പ്രിയപ്പെട്ടതാവുന്നു? പല സിനിമകളായിട്ട് തിയേറ്റേഴ്സിലുമൊക്കെ റിലീസ് ചെയ്ത് അതൊന്നും വലിയ രീതിയിൽ വിജയമാകാതെ പോയി വലിയ ഹൈപ്പിൽ ഇറങ്ങിയ കങ്കു ഉൾപ്പെടെയുള്ള സിനിമകൾ പരാജയപ്പെട്ടു പോയി നിൽക്കുന്ന സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവശ്വാസമായിരുന്നു ഈ ചിത്രം കറുപ്പ് എന്ന് പറയുന്നത്. കാരണം ഇതിന് മുന്നേ റിലീസ് ചെയ്ത 2 പ്രധാനപ്പെട്ട സിനിമകൾ, ഒന്ന് സൂര്യ പോട്ടർ, ഒന്ന് ജയ്ഭീം. ഈ 2 സിനിമകളും OTT റിലീസുകളായിട്ട് വന്ന് ഭയങ്കരമായി ഹിറ്റടിച്ചതല്ലാതെ തിയേറ്ററുകളിൽ നിന്നൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് ഈ 2 സിനിമകൾക്കും അപ്രാപ്യമായിരുന്നു. കാരണം OTT ഡയറക്റ്റ് റിലീസ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ അല്ലാതെ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾക്ക് എന്തോരം ഹൈപ്പിൽ വന്ന എത്ര സിനിമകളുണ്ട്. പക്ഷെ അതൊന്നും തിയേറ്ററിൽ വിജയിച്ചില്ല. ഫോർ എക്സാമ്പിൾ കങ്കുവ ആണ് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ. അതിൽ സൂര്യ പറഞ്ഞൊരു മേജർ പോയിന്റ് ഉണ്ട്. 200 ദിവസം ഷൂട്ട് ചെയ്ത കങ്കുവ എന്ന ചിത്രത്തിനായാലും കുറച്ച് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയായാലും നമ്മൾ ഒരു എഫേർട്ടാണ് ഇടുന്നത്. ആ എഫേർട്ടുകൾക്ക് ഇപ്പോൾ 45 ദിവസം ചെയ്ത സിനിമയായാലും ഒരേ എഫേർട്ടാണ്. പക്ഷേ അതിന്റെ റിസൾട്ട്സ് ഡിഫറെന്റ് ആണ്. ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക് ആണ് എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അൺടിൽ ഒരു സിൽവർ സ്ക്രീനിൽ വരുന്നത് വരെ ആ സിനിമയുടെ ഗതി എന്താകും, പോക്ക് എന്താകും എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ല എന്ന് വേണം തന്നെ പറയാം. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിന്റെ വായിൽ നിന്ന് വരുമ്പോഴേക്കും ഇപ്പോഴും സിനിമ വിജയിക്കാനുള്ള ഒരു ഫോർമുല എന്താണെന്നതിനെ സംബന്ധിച്ച് ഇന്നും ഒരു ധാരണയില്ല. ആ ധാരണയാണ് വിശ്വനാഥൻ ആൻഡ് സൺസിനെ ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റുന്നത്. വിശ്വനാഥൻ സൺസ് മാത്രമല്ല, ഏതൊരു സിനിമയും അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇത്രയും വലിയൊരു തിയേറ്ററിക്കൽ വിജയം നേടിയതിനു ശേഷം ആ ഒരു ഹൈപ്പ് കുറയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരാധകർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നടന്റെ ഫാൻ ബേസ് കൂടിയിട്ടേ ഉള്ളൂ. 13 വർഷമായിട്ട് തിയേറ്ററിൽ ഒരു ഹിറ്റ് കിട്ടാത്തൊരു നടനാണെന്നത് ഓർക്കുക. തിയേറ്ററിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കാത്ത നടൻ. അതിനിടയിൽ സിംഗം സീരീസിന്റെ മറ്റൊരു സീരീസ് ചെയ്യുന്നു, എതിർക്കും ദുരന്തവൻ ചെയ്യുന്നു, അതിനിടയിൽ NGK ചെയ്യുന്നു, അതിനിടയിൽ പല സിനിമകൾ ചെയ്യുന്നു, കാപ്പാൻ പോലൊരു സിനിമ ചെയ്യുന്നു, അതും പരാജയമാകുന്നു. അങ്ങനെ വലിയ ഹൈപ്പിൽ വന്ന സിനിമകൾ, തകർന്നടിഞ്ഞു പോകുന്ന സിനിമകൾ സൂര്യ ആരാധകർ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ആ നടനെ വരാൻ പോകുന്ന ലൈനപ്പുകളെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ. ഇപ്പോൾ അടുത്തതായി ജിത്തു മാധവന്റെ സിനിമയാണ് ഇനി ഉടനെ തന്നെ റിലീസ് ചെയ്യണം, ഈ വർഷം തന്നെ റിലീസ് ചെയ്യും. അത് നസ്ലിനും നസ്രിയയും
സുഷിൻ ശ്യാമൊക്കെ മ്യൂസിക് ചെയ്യുന്ന സിനിമ, ജിത്തുവിന്റെ പടം. അപ്പോൾ അതിനൊരു ഹൈപ്പ് സ്വാഭാവികമായിട്ടുമുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പടം കൂടി വരുന്നത്. അപ്പം ഈ വർഷം തന്നെ ഒരു പക്ഷെ 3 സൂര്യ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ഫാക്ടർ, ആ റിലീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ 3ഉം ഇത്രയും നാളുണ്ടായിരുന്ന ക്ഷീണം മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആഗ്രഹം. ഉറപ്പായിട്ടും ഇതൊരു മാസ് കമേഴ്ഷ്യൽ പടം ആവാത്തത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ ഓഡിയൻസ് റിസപ്ഷൻ എന്നത് സംബന്ധിച്ച് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി ആഫ്റ്റർ OTT ബൂം പലരും OTTയിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്തൊരു സിനിമ കിട്ടാതെ ആളുകൾ തിയേറ്ററിലേക്ക് പോവില്ല എന്നൊരു തോട്ട് ഉണ്ടാവുന്നിടത്ത് പോലും അതിന് എത്രമാത്രം ഓഡിയൻസിന് പുൾ ചെയ്യാൻ കഴിയും, അതിന്റെ അഡ്വാൻസ് ബുക്കിംഗ്സ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ചാർട്ടും റിപ്പോർട്ടും ഒക്കെ എടുക്കേണ്ടതുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഫാൻസ് വയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പ്, ഇതിന്റെ ആക്ടർ പോയിന്റ് ഓഫ് വ്യൂ, ഇതിന്റെ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഒരു ഫെയിൽഡ് പ്രോജക്റ്റ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് വിശ്വനാഥൻ. സോ ഇതിന്റെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും വളരെ പ്രസക്തി ഉയർന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു ഭീകരമായ ഒരു ഹൈപ്പ് എന്നുള്ള രീതിയിലേക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല ടിൽ സ്റ്റാറ്റസ്. കാരണം അങ്ങനെ ഒരു ഭീകരമായ ഹൈപ്പ് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ റിലീസ് കഴിഞ്ഞ് ആദ്യ ഷോയിൽ അതിഗംഭീരമായ റിപ്പോർട്ട്സ് കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ ഒരു ഭീകരമായ അഡ്വാൻസ് ബുക്കിംഗ് ഹൈപ്പ് വിശ്വനാഥൻ സെൻസിന് ഇല്ല എന്നുള്ളത് സൂര്യ ആരാധകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദാറ്റ് ഡസന്റ് റെഡ്യൂസ് ദ സ്റ്റാർഡം ഓഫ് സൂര്യ. അങ്ങനെ ഒരു രീതിയിൽ ഈ സിനിമ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും 14-ാം തീയതി റിലീസിന് എത്താൻ പോകുന്ന ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ ഹൈപ്പ് ഉണ്ട്. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ തിയേറ്ററുകളിലേക്ക് പോകുന്നത് കാത്തിരുന്ന് കാണാം.